കുട്ടികളൊക്കെ കൊണ്ടുവന്നാൽ എന്നാലും നമുക്ക് ദൂരം ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ നമുക്ക് പുറത്ത് പോയി കാണാൻ പറ്റില്ല. അപ്പം നമ്മൾ മിനിയൂട്ടിൽ സെറ്റാക്കിയിട്ടുള്ള ഗുണക്കേവ് കാണാൻ പോവാട്ടോ ഗൈസ്. അപ്പം മൂന്നാറിലാണെന്ന് തോന്നുന്നു ഒറിജിനൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് കാണാൻ പോവാണ് ഗൈസ്. ഒറിജിനൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാൻ പോവാം. അപ്പം ഇപ്പം നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കണ്ടുവരാം ഗൈസ്. മുത്തശ്ശി ഇവിടെ ഉണ്ട് ഗൈസ്. മുത്തശ്ശി ഓനെ മുറുക്കിയിട്ട് അവനെ നന്നായിട്ട് ടൈറ്റായിട്ട് നിൽക്കണം. നമുക്ക് പോയാലോ? നമ്മൾ ബൈക്കുമ്പിലാണ് പോകണം ഗൈസ്. കേട്ടാ. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ. കുറച്ച് ടൈറ്റാക്കിയതാണ് കുട്ടീനെ. അപ്പോൾ ഗൈസ് നമ്മൾ മിനിയൂട്ടിലുള്ള ഗുണക്കേവിൽ എത്തിയിട്ട് ഗൈസ്. അപ്പം ഇനി ഫസ്റ്റ് നമ്മൾ ഇതാണ് കേട്ടോ ഗുണക്കേവിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഫസ്റ്റ് വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ കുട്ടൂസും അവിടെ എത്തിയപ്പോൾ ഉറങ്ങിയിരുന്നു. അപ്പോൾ ഉണർത്തി നമ്മൾ ഉള്ളിൽ കയറ്റണം. അപ്പോൾ ടിക്കറ്റിന് ഇവിടെ വരുന്ന ഒരാൾക്ക് 100 രൂപയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാൾക്കുള്ള ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിൽ കയറാണ്. അപ്പോൾ കുട്ടൂസ് വേണ്ട കേട്ടോ. കുട്ടൂസ് നമ്മളിപ്പോൾ നടക്കാൻ തുടങ്ങിയതിൻ്റെ ശേഷം നമ്മൾ കൂടുതൽ എടുക്കണ്ട. ആളിങ്ങനെ മേഞ്ഞ് നടന്നോളും. അവന് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ പിടുത്തം വിട്ട് പോയാൽ പിന്നെ അങ്ങനെ പോവും. ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം കേട്ടോ. നമ്മൾ എൻ്റർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റർ ആക്കി വരുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. നല്ല ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ നല്ല സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ട്രെയിൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ ഗുണകേവിക്ക് കയറാണ് കേട്ടോ. അപ്പം ഇത് ഗുണകേവ് ഫേമസ് ആയത് ഒരു ഫിലിം മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ ഫിലിമൊക്കെ വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ. അതിന് മുമ്പ് അവിടെ ഒരു ചെക്കിന് കുയിലൊക്കെ വീണിട്ട് അങ്ങനെയൊക്കെ കുറേ കേസും കൂട്ടൊക്കെയാണ്. ഒരു ഫിലിമായിട്ടാണ് മഞ്ഞുമൽ ബോയ്സ് വന്നത്. അപ്പം മഞ്ഞുമൽ ബോയ്സ് ഫിലിമിൻ്റെ പേരും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർ. അപ്പം ഇതാണ് നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള വ്യൂ വരുന്നത്. അപ്പം മഞ്ഞുമൽ ബോയ്സിൻ്റെ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റാക്കാം കേട്ടോ. കുട്ടൂസ് ഇവിടെ മഞ്ഞുമൽ ബോയ്സിൽ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ കുട്ടികളൊക്കെ കൊണ്ടുവന്നാൽ എന്നാലും നമുക്ക് ദൂരം പോയിട്ട് കാണാൻ കഴിയാത്ത പഠിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരു 100 രൂപ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മഞ്ഞുമൽ ബോയ്സിൻ്റെ ഗുണവേക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഗൈസ്. അപ്പോൾ കുട്ടൂസ് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അല്ല കുട്ടൂസേ ഒരു ഹായ് പറയ്, ടാറ്റ പറയ്, ഹായ് ടാറ്റ. അപ്പം ഇനി നമുക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ഇനി ഗുഹൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം കേട്ടോ. കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരെ ഗുഹൻ്റെ ഉള്ളിലേക്ക് പോകാണ്ട് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പം ഫുള്ളി ഇരുട്ടാണ് കേട്ടോ. അപ്പം ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ വവ്വാലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വോയിസൊക്കെ കൊടുത്തിട്ട് പോലെ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. അപ്പം ആളിങ്ങനെ കയറിച്ചില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു ഗുഹൻ്റെ ഉള്ളിലേക്ക് കയറിയ ഒരു ഫീലിംഗ് ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഇവിടേക്ക് വാട്ടർഫോളിൻ്റെ മൗണ്ടൈന് വാട്ടർഫോൾ ചെയ്യുന്നതിൻ്റെ ഇതിലേക്ക് എത്തുമ്പം ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഇടയിലൊന്ന് പേടിച്ച് ഗൈസ്. അതാണ് ഉമ്മേത് വിളിച്ചേട്ടോ. അപ്പോൾ ഇതിനുള്ളിൽ ഇരുട്ടായിട്ട് ആരും കാണില്ല. നമുക്ക് ഇതിനുള്ളിൽ ഇങ്ങനെ പോയേക്കാം. അപ്പോൾ ഇവിടെ തേനീച്ചയാണോ കടുതലാണോ എന്ന് അറിയില്ല. പക്ഷേ എന്തോ ഒരു കൂട് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ ആണല്ലേ അതിൻ്റെ വെച്ചുകൊണ്ടില്ലേ കിളികളൊക്കെ ഒച്ച കൊടുത്തിട്ട് സെറ്റപ്പ് ആക്കിയാണ്. ഇതിനെങ്ങനെ ഉണ്ടല്ലേ ഓരോ കല്ലുകളുടെ നിറവും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഗുഹൻ്റെ ഉള്ളിലൊരു മെയിൻ സെറ്റപ്പ്. അയ്യോ കരടി ഗൈസ്. അപ്പം ഇവിടെ ഒരു ബ്ലാക്ക് കരടീനെ കൊടുക്കുന്നു കേട്ടോ. പക്ഷെ ജീവല്ല എന്നുള്ളൂ. ഇവിടെ കൂണ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ ബോക്സ് സെറ്റാക്കിയിട്ടാണ് കേട്ടോ ഓല് വോയിസ് ഓവറൊക്കെ ചെയ്തിട്ടുള്ളത്.
നമ്മൾ ശരിക്കും ഇതിനുള്ളിൽ കയറുമ്പം ഒരു ഗുഹൻ്റെ ഉള്ളിൽ കയറി നല്ല എക്സ്പീരിയൻസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം, അത്രേ പറയാവുള്ളൂ. ഇപ്പം എന്ത് എക്സ്പീരിയൻസ് ചെയ്യണം, നമ്മൾ പറഞ്ഞിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് കാണുന്നതും രണ്ടാണ്. ഇതിനുള്ളിൽ കയറുമ്പോൾ പിന്നെ പറഞ്ഞാൽ കുറച്ചുകൂടി വെളിച്ചം വേണം കേട്ടോ. വീഡിയോയിൽ ശരിക്കും കണ്ടോന്നും അറിയില്ല. അപ്പം നമ്മൾ ഗുണകേവിൽ നിന്ന് പുറത്തിറങ്ങി ഗൈസ്. അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനത്തെ ഒരു വ്യൂ ആണ് കേട്ടോ നമുക്ക് കാണുന്നത്. ഒരു മരമൊക്കെ വെച്ചിട്ടുള്ളൊരു സെറ്റപ്പാണ് കേട്ടോ ഗൈസ്. നമുക്കിങ്ങനെ പോയൊക്കെ പുറത്തിറങ്ങാൻ വൈകിട്ടും. അപ്പോൾ ഗൈസ് ഇതിലാണ് കേട്ടോ നമ്മൾ പുറത്ത് പോകാനുള്ള. അപ്പം ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പിട്ട് ഗൈസ്, ഓവറില്ലെങ്കിലും അത്യാവശ്യം നല്ല ചെറിയൊരു കൂളിംഗ് ഉണ്ട് കേട്ടോ. പുറത്തിറങ്ങുമ്പോൾ കിഡ്സിനുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനുള്ളിൽ കയറി വെക്കാം. വരുമ്പോൾ തന്നെ ഒരു കാളവണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഫോട്ടോ സെക്ഷനായിട്ട് വെച്ചതാണ്. അപ്പോൾ നമുക്കിത് ഇന്നൊന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കാം. വണ്ടീൻ്റെ ഡ്രൈവർ അനൂസാണ് കേട്ടോ. അപ്പോൾ ബാക്കിൽ 2-3 താത്താരൊക്കെ ഉണ്ട് മണി അടിച്ചു കൊടുക്കാൻ. ഒരു കാളൻ്റെ കുറവുകൂടി ഉണ്ട് കേട്ടോ വണ്ടിക്ക്. ബെല്ലടിക്കാനൊക്കെ ആളുണ്ട്, ഡ്രൈവറായിട്ട് അനുണ്ട്. നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഗൈസ്. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് മ്യൂസിയത്തിൽ കയറി നോക്കാം. പഴയ സാധനങ്ങളൊക്കെ ഇഷ്ടമുള്ള. അപ്പം ചെരുപ്പൊക്കെ പുറത്ത് വെച്ചിട്ടാണ് കയറാൻ. അപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ തുടരുതെന്ന് വെച്ച് പ്ലീസ് ഡോണ്ട് ടച്ച്. അപ്പോൾ ഇവിടെ പഴയ കാലത്ത് ഫാന് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതിൻ്റെ പേരും കറിയില്ല, പക്ഷേ വെള്ളം ഇങ്ങനെ കാലോണ്ട് ഇങ്ങനെ ചൊടിയുമ്പോൾ വെള്ളം ലോകത്തിലെ ഏറ്റവും വലിയ വിത്താണ് ഗൈസ് ഇത്. അപ്പോൾ അതേപോലെ തന്നെ പലതിനും പല പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ട്. പഴയ ഫോണ്, അതേപോലെ ആ പാട്ട് പാടുന്ന ഡിസ്കൊക്കെ ഇട്ട പാട്ടൊക്കെ പാടുന്ന സാധനമാണ് ഗൈസ്. പക്ഷേ പേര് ഓർമ്മയില്ല. അതേപോലെ ഇവിടെ പല സാധനങ്ങളുണ്ട് ഗൈസ്. പഴയ കാലത്ത് ക്യാമറയാണ് ഗൈസ് ഇത്. എനിക്കറിയണമെങ്കിൽ നമ്മൾ കമൻറ്റ് ഇടണ്ടു ഗൈസ്. ക്യാമറകൾ തന്നെയാണ് ഇതാണ് കേട്ടോ പഴയ കാലത്തെ ക്യാമറകൾ. ഇവിടെ താഴത്തൊക്കെ ഉണ്ട് ഗൈസ്. വാവ്, പല ടൈപ്പ് ഫോണുകൾ. ഈ ലാൻഡ് ഫോണൊക്കെ നമ്മൾ പണ്ടൊക്കെ പൈസ ഇട്ടിട്ട് വിളിക്കുന്ന ഫോണാണ് കേട്ടോ ഗൈസ്. ഇവിടെ ലാൻഡ് മണി, മണി അങ്ങനത്തെ എന്തൊക്കെയും മണികളൊക്കെ ഉണ്ട് ഗൈസ്. ഇതിൻ്റെ പേരൊന്നും കഴിയുമല്ലോ. അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. സ്കൂൾ പെട്ടിയാണ് ഗൈസ്. പണ്ടൊക്കെ ആൾക്കാർ ബുക്കൊന്നൊക്കെ വെച്ചിട്ടുണ്ട് ഇതിന്. പിന്നെ സ്ലേറ്റൊക്കെ ഉണ്ട് ഗൈസ്. ഇത് പണ്ടത്തെ റേഡിയോ സെറ്റുകളാണ് ഗൈസ്. പണ്ടത്തെ കാലിയൊക്കെ കീഴ് ഉപയോഗിച്ചിരുന്ന കിണ്ടി, ചാട്ടവയർ ഗൈസ്. അതുപോലെ ഇങ്ങനെ ഇളകണ പോലെ വലിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് ഗൈസ്. അതുപോലെ ഒട്ടപക്ഷിയുടെ മുട്ടയാണ് ഗൈസ്. ഇത് നമ്മൾ പറയലുണ്ടെന്ന് പക്ഷേ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ കാണാത്തവർക്കുള്ളതാണ് ഗൈസ്. ഇത് നമ്മൾ നേരത്തെ അവിടെ കണ്ടത്, പക്ഷേ അതിന് എന്താ കോളാമ്പിയിലായിരുന്നു. കോളാമ്പിയുള്ളത് കണ്ടത് ഗൈസ്. ഇത് എന്തൊക്കെയോ ഉണ്ട് അവിടെ. അതിൽ ടൈപ്പ് റൈറ്ററാണ് ഗൈസ്. പണ്ടത്തെ രസമാണല്ലേ കാണാൻ. ഫോട്ടോ ഇത് പിയാനോ ആണ്. പിന്നെ അതുപോലെ ശംഖുകൾ, പല ടൈപ്പ് ശംഖുകൾ. പണ്ടത്തെ ഇതൊക്കെ ഇട്ടിട്ട് കണ്ണിലൊക്കെ ഇട്ടിട്ട് അയൺ ചെയ്യുന്ന അയൺ ബോക്സുകളാണ് ഗൈസൊക്കെ. അതേപോലെ താലിയോല എന്നൊക്കെ പറയില്ല, അതാണ് ഗൈസ്. പിന്നെ അതേപോലെ പണ്ടത്തെ സ്വിച്ചുകൾ, ടോർച്ച്, മൊറം അങ്ങനത്തെയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പല സാധനങ്ങളുണ്ട്. നമ്മൾ
ടിക്കറ്റ് വരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇതുപോലെ ലോക്ക്, പമ്പരം, പല ടൈപ്പും ഉണ്ട്. ലോക്ക് കീ വരെ ഉണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ പണ്ട് ബസ്സിൽ കൊടുക്കുന്ന ടിക്കറ്റാണ് കേട്ടോ ഗൈസ് ആ കാണുന്നത്. അത് കഴിഞ്ഞ് ഇതൊക്കെ നമ്മൾ പണ്ടത്തെ കാലത്തൊന്നും വെളിച്ചം കാര്യമൊന്നുമില്ലാത്തപ്പോൾ വെളിച്ചമൊക്കെ കൊണ്ടുപോയിരുന്നു. പിന്നെ അതുപോലെ മണ്ണെണ്ണ അളക്കുന്നത്, ടബ്, പിന്നെ അവിടെ വലിയ ചക്രം, പണ്ടത്തെ കട്ടില, കസാര, സ്പ്രിങ് കൊണ്ടുള്ള കസാലകൾ ഗൈസ്, പണ്ടത്തെ തോക്ക്, അതുപോലെ പടച്ചട്ട, വാള് ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇതുപോലെ പണ്ടത്തെ മെഡലുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പണ്ട് കാലത്ത് കിട്ടിയ മെഡലുകൾ. അതുപോലെ തന്നെ ഇവിടെ പല ടൈപ്പ് കസാലകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ നമ്മളിപ്പോഴത്തെ തുലാസില്ലേ, ആ തുലാസ് പണ്ടത്തെ തുലാസാണ് ഗൈസ് അത്. പിന്നെ പല പണ്ടത്തെ മേശകൾ, ബാഗ്, കൊട, പിന്നെ അതുപോലെ എന്താ ഡ്രസ്സാണോ എനിക്കറിയില്ല. പിന്നെ പഴയ കാലത്ത് കോയിനുകൾ കഴിച്ചു. അമ്പ് വരെ ഉണ്ട് കഴിച്ചു. അമ്പ് ഇതൊക്കെ നമ്മൾ ഫിലിമിൽ കാണാമെന്നല്ലാതെ നേരിട്ട് കാണാൻ ആദ്യമായിട്ടോ. അത് മ്യൂസിയങ്ങളിൽ പോയാൽ കാണാം, പക്ഷെ നമ്മൾ മ്യൂസിയത്തിലൊന്നും നമ്മൾ പോകാറില്ല. പിന്നെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ, പക്ഷെ പേരും പോലെ എഴുതി വെച്ചിട്ടില്ല. ഒക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. ഇതൊക്കെ കൃഷിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് കേട്ടോ. പണ്ടത്തെ അലാറം ക്ലോക്ക്, പണ്ടത്തെ ടിഫിനൊക്കെ കൊണ്ടുവന്ന ബോക്സാണ്. പണ്ടത്തെ മീറ്റർ, ഓട്ടോറിക്ഷ മീറ്ററാണ് ഗൈസ്. ഇത് ഇതിന്മേൽ കയറിയിട്ട് ഇങ്ങനെ കറക്കലായിരുന്നു പണ്ട്. അപ്പോൾ ഗൈസ് മ്യൂസിയത്തിൽ കണ്ട് കുട്ടൂസ് ഇറങ്ങിപ്പോകുന്ന ഗൈസ്. കുട്ടൂസ് അനുവാ അവൻ പുറത്തെ വിമാനം നോക്കുകയാണ് കേട്ടോ, കറങ്ങണത്. ഇറങ്ങിയെടുത്തിട്ടാ കുട്ടൂസ് ഇറങ്ങിയ കുട്ടൂസിൻ്റെ നോട്ടത്തിൽ നമുക്ക് തന്നെയാണ് കേട്ടോ ഗൈസ്. വിമാനത്തിൽക്കാണ് ഗൈസ് നോട്ടം. കുട്ടൂസിന് കയറണോ? ഇപ്പൊ ചേരട്ടടാ. അത് ചാടിക്കൂട്. ആ കുട്ടികൾക്കുള്ള ചെറിയ ചാട്ടിക്കോട്ടുണ്ട്. വലിയ ചാട്ടിക്കോട്ട കയറി എൻ്റെ തലർക്ക് അപ്പോഴും മതിയില്ല. അപ്പോഴാ ചെറിയ ചാട്ടിക്കോട്ട. ഊഞ്ഞാല കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്കുള്ള. കുട്ടികളെ പാർക്കായിട്ട് കുട്ടികൾ ഗൈസ്. പക്ഷെ കുട്ടികളല്ല കളിച്ചത്, വലിയോല കളിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ പാർക്കിൽ കുട്ടികളെ കയറ്റി വന്നാൽ ഓലാണ്ട് വിട്ടാൽ മതി. ഓല കയറി കളിച്ചോളും എല്ലാത്തിലും. അത്രക്കും സാധനങ്ങൾ കളിക്കാനുള്ളതും ചെയ്യാനുള്ളതും പല ടൈപ്പിലുള്ളതും ഉണ്ട് കേട്ടോ. ഇവിടെ കൂടുതൽ ഞങ്ങൾ ചെന്ന ടൈമിൽ കുട്ടികളല്ലായിരുന്നു, വലിയ ആൾക്കാരായിരുന്നു അതിമലൊക്കെ കളിക്കുന്ന കേട്ടോ. നമുക്ക് എളുപ്പമായേ പറ്റുള്ളൂ.
എനിക്കൊരു പട്ടിയുടെ സഹായം വേണ്ട ഗൈസ്. കീമ്പ് ഇവിടെ പിടിച്ചോളിഞ്ഞ് ഇങ്ങോട്ട് 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 വാ. നിങ്ങൾ പിടിച്ചോ? അവിടെ ഇരിക്കേ ഇരിക്കേ. അത്ര ഉള്ളു കളി. കുട്ടൂസിന്റെ കുറച്ച് കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മള് അവിടുന്ന് ഇങ്ങനെ പാർക്കിൻ്റെ ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഗൾഫിലൊക്കെ കാണുന്ന ടൈപ്പ് ബൈക്കൊക്കെ 2 കൊടുത്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ കുറച്ച് ഗാർഡൻ ആക്കിയിട്ടാണ് ഇവർ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നല്ല നേരിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട്. പിന്നെ ഞങ്ങൾ രാത്രി പോയതുകൊണ്ട് ശരിക്കും ക്ലിയർ ആകുന്നില്ല, പക്ഷെ വെളിച്ചത്തിൻ്റെ കുറവാണോയെന്ന് അറിയില്ല. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സംഗതി ഇവിടെ ഫുള്ള് കണ്ടു. എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടോ. അപ്പോൾ കുട്ടൂസ് കണ്ടേ പാടും ഓനെ ഇറങ്ങിപ്പോവാണ്. നമ്മളൊന്നും വേണ്ട ഓൻ ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോവാണ്. അവിടെ പുറത്തുള്ള ചെക്കനെ കണ്ടപ്പോൾ ഒന്ന് സ്റ്റെക്കായി. അപ്പം ആകെ ഒരു കൂസലില്ലാതെ പോവാണ്. ഇപ്പം എവിടെയാണെങ്കിലും ആൾ ഒറ്റയ്ക്ക് നടന്ന് ടാറ്റൊക്കെ കൊടുത്ത് അങ്ങനെ പോയിക്കോളൂ കേട്ടോ ആൾ. അപ്പോൾ എന്തായാലും ഗുണകേവത്തെ സെറ്റപ്പ് ഇത്രയൊക്കെയാണ് കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് വന്ന് കണ്ടൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം ഓക്കെ, ബായ്.